എന്തിനാണ് നവകേരള സദസ് കാണുമ്പോൾ ഇത്രയും അമർഷം കോൺഗ്രസിന് ഉണ്ടാകുന്നത്? തലസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരത്തോടെ സദസ് അവസാനിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അക്രമം അഴിച്ചിടുകയാണ്. തുടക്കത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ നേർക്കുനേർ നിന്ന് ആക്രമിക്കുകയാണ്. തലസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന്റെ സംഘർഷം രൂക്ഷമായപ്പോൾ നേതാക്കൾ കാറിൽ കയറി സ്ഥലം വിട്ടു. പാവം അണികളെ തല്ലുകൊള്ളാനും നിർത്തി. സംസ്ഥാന നേതൃത്വം തന്നെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിടത്താണ് ഇങ്ങനെ കരുതിക്കൂട്ടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നിലപാടാണിപ്പോൾ. എന്നിട്ട് അടി കൂടി തുടങ്ങിയപ്പോൾ അവർ ആദ്യം മുങ്ങി. ദേഹാസ്വസ്ഥ്യം പറഞ്ഞാണ് പലരും പുറകോട്ട് പോയത്. കുറച്ച് ജനപ്രീതി നേടിയെടുക്കാനാണോ അതോ ശരിക്കും സർക്കാരിനെ വിമർശിക്കാൻ തന്നെയാണോ ഇത്? കോൺഗ്രസ് നേതാക്കൾ എല്ലാവർക്കും ഒരേ വികാരമല്ലേ ഉണ്ടാകേണ്ടത്? അതോ കുറച്ചു പേർക്ക് മാത്രം സർക്കാരിനോട് എതിർപ്പും ബാക്കി കുറച്ചു പേർക്ക് എതിർപ്പില്ലായ്മയും? എത്ര നോക്കിയിട്ടും ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. പല കോൺഗ്രസ് നേതാക്കളും പലയിടങ്ങളിലായി നവകേരള സദസ്സിനെ അനുകൂലിച്ചു. സതീശന്റെ വിലക്കാണ് പങ്കെടുക്കാൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും പറഞ്ഞു. അതുപോലെ സത്യം തുറന്നു പറയാൻ മടിക്കുന്ന എത്ര പ്രവർത്തകർ കാണും? പാർട്ടിക്കുള്ളിലെ തമ്മിലടിയാണ് പ്രധാന കാരണം. ഏകാധിപത്യം പോലെ സ്വന്തം താല്പര്യം അടിച്ചേൽപ്പിക്കുകയാണ് സതീശനും സംഘവും. ഇനി നാടിന്റെ വികസനം ചർച്ച ചെയ്യുന്ന വേദിയിൽ എല്ലാ വികസനത്തിനും എതിരെ നിന്നതുകൊണ്ട് ജനങ്ങളെയും മാധ്യമങ്ങളെയും മുഖം കാണിക്കാനുള്ള മടിയാണോ? പുതുവൈപ്പിനിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ LPG ഇമ്പോർട്ട് ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയായി. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി വീടുകളിലേക്ക് കണക്ഷൻ എത്തിക്കുന്ന നടപടി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് ടെക്നോ പാർക്ക് ഫേസ് തുടക്കം കുറിച്ചു. ഈ പദ്ധതിക്കായി അനുവദിച്ചത് 200 കോടി രൂപയാണ്. കേരളത്തെ ലോകത്തിലെ പ്രധാന എയ്റോസ്പേസ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കേന്ദ്രമാക്കി മാറ്റുന്നതിനും ബഹിരാകാശ വ്യോമയാന പ്രതിരോധ മേഖലകളിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പ്രധാന സംരംഭങ്ങളിൽ ഒന്നാണ് കേരള സ്പേസ് പാർക്ക് പ്രോജക്ട്. തിരുവനന്തപുരം ടെക്നോസിറ്റിയിൽ 20 ഏക്കർ സ്ഥലമാണ് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിനായി കണ്ണൂർ ജില്ലയിൽ കല്യാട് വില്ലേജിൽ 311.76 ഏക്കർ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. അതിൽ 36 ഏക്കർ ഭൂമി ആദ്യഘട്ടം നടപ്പാക്കുന്നതിന് കൈമാറുകയും ചെയ്തു. മലയോര മേഖലയിലെ പശ്ചാത്തല വികസനത്തിനായി കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ 13 ജില്ലകളിലായി 1251 കിലോമീറ്റർ നീളത്തിൽ 3500 കോടി രൂപ ചെലവിലാണ് മലയോര ഹൈവേ നിർമ്മിക്കുന്നത്. ഇതിൽ 133 കിലോമീറ്റർ പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. 735 കിലോമീറ്ററിന് സാമ്പത്തിക അനുമതിയും 482 കിലോമീറ്ററിന് സാങ്കേതിക അനുമതിയും നൽകി. താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്നതാണ് ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത. 8.11 കിലോമീറ്റർ ദൂരത്തിൽ 2 വരിയായാണ് പാത നിർമ്മിക്കുന്നത്. അതുപോലെ ശബരിമല വിമാനത്താവളത്തിനായി കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മണിമല, എരുമേലി സൗത്ത് വില്ലേജുകളിലായി 2750 ഹെക്ടറോളം ഭൂമിയും ഏറ്റെടുത്തു. നിർമ്മാണ ചെലവ് 3411 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തിനായുള്ള നടപടികളും തയ്യാറാകുന്നു. കേരളത്തിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായ കെ-ഫോണിന്റെ 7556 കിലോമീറ്റർ ബാക്ക് ബോൺ സ്ഥാപിക്കാനുള്ളതിൽ 6546 കിലോമീറ്റർ പൂർത്തിയാക്കി. 27651 ഓഫീസുകളിൽ കണക്ഷൻ നൽകുന്നതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും 18063 ഓഫീസുകളിൽ ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പുവരുത്തുകയും ചെയ്തു. 20 ലക്ഷം കുടുംബങ്ങൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സൗജന്യമായി ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതോടകം 3715 കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകി. സദസ്സിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ക്ഷേമങ്ങൾ അന്വേഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഭാവി കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പങ്കുവെക്കാൻ നവകേരള സദസ്സിന് സാധിച്ചു. ഇങ്ങനെയുള്ള നേട്ടങ്ങളുടെയും വികസനങ്ങളുടെയും കാര്യം ചർച്ച ചെയ്യുന്ന വേദിയാകുമ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാതെ നിന്ന് കേൾക്കേണ്ടി വരുമെന്ന പേടി കൊണ്ടാണോ? കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ചെയ്തതിനേക്കാൾ ഒരു പടി മേലെ ഇടതുപക്ഷം ചെയ്തിട്ടുണ്ട് എന്ന് പരസ്യമായി അംഗീകരിക്കാൻ കഴിയാത്തതാണോ കോൺഗ്രസിന്റെ വിഷയം? അസൂയയ്ക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കണ്ടുപിടിക്കണമെന്നും തോന്നുന്നില്ല. പക്ഷെ മാനസിക നില തെറ്റുന്നതിന് മരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മാനസിക നില നോക്കി നടന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ട സതീശന്റെ മാനസിക നില തെറ്റാതിരുന്നാൽ കൊള്ളാം.